നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതെനിക്ക് വേണ്ട. ഇതവർക്ക് തിരികെ കൊടുക്കണം. ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. എങ്ങനെയെങ്കിലും അവരുടെ കയ്യിലെത്തിക്കണം. എത്രേ? 350 രൂപ. സ്ത്രീകളെ, ബാക്കി തരാം. ഒരു മിനിറ്റ്. തമ്പേച്ച, ഫോട്ടോയ്ക്ക് കൊടുക്കാനുള്ള പൈസ തികയില്ല. ആ എത്രയായി? 350 രൂപ. ഓ ശരി. സാറേ ബാലൻസ് വേണ്ട, ബാക്കി വെച്ചോളൂ. വാ. സ്ത്രീകളെ, സുഖമല്ലേ തമ്പേച്ച? ആ ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം നീ എന്നോട് ചോദിക്കുന്നത്. വാ. എടാ മോനെ, മോനെ, അയ്യോ നീ വന്നല്ലോടാ. അമ്മയ്ക്ക് സമാധാനമായി, സന്തോഷമായി. എന്ത് പോക്കാടാ ഇത്? എന്റെ കള്ള ചെറുക്ക, ആരോടും പറയാതങ്ങ് മുങ്ങിയല്ലേ? മുങ്ങിയെങ്കിൽ എന്താ മുത്തശ്ശി, ഇപ്പൊ പൊങ്ങിയില്ലേ? സന്തോഷമായില്ലേ? സന്തോഷായി. എടാ വാ, ഇരിക്ക്, ചോദിക്കട്ടെ. എന്ത് പോക്കാടാ മോനെ നീ പോയത്? നിന്റെ ആ ഫോൺ കോൾ കിട്ടുന്നത് വരെ അമ്മ അനുഭവിച്ച വേദന അത് പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. എന്റെ മനസ്സ് കത്തുമായിരുന്നു. സാരമില്ല, അമ്മ സമാധാനിക്കേ. അമ്മേ, ഇവിടുന്ന് പോയ ഞാനല്ല ഇപ്പൊ അമ്മയുടെ മുന്നിലുള്ളത്. അത് മതി, അത്രയും കേട്ടാ മതി. ഞാനിവിടുന്ന് പോയത് മരിച്ചു കളയണമെന്ന് തീരുമാനിച്ചിട്ടാ. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. എന്റെ ദേവി, ഒരു പെൺകുട്ടി ജീവിതത്തിനും മരണത്തിനും ഇടയിൽ തൂങ്ങിയാടിയ എന്നെ അവളെ രക്ഷിച്ചു, പിടിച്ചു കയറ്റി. മരണം അത്ര സുഖകരമൊന്നും അല്ലെന്ന് അപ്പം എനിക്ക് മനസ്സിലായി. മലയിറങ്ങി ഞാൻ ദേവിയുടെ നടലിൽ ചെന്നു. ദേവി എന്നെ ശരിക്കും അനുഗ്രഹിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു അനുഭവം. സത്യമാണമ്മേ, ഞാനിപ്പോ പഴയ സന്ദീപല്ല, പുതിയൊരു മനുഷ്യനാ. മോനെ, എല്ലാം ദൈവനിശ്ചയ. അറിയാവുന്ന ദൈവങ്ങളെ എല്ലാം വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനകളെല്ലാം ഇപ്പൊ സഫലമായി. എന്റെ കുട്ടി തിരിച്ചു വന്നല്ലോ. എനിക്കിതിനപ്പുറം വേറൊന്നും കിട്ടാനില്ല. മതി മതി മോനെ, നീ ചെന്ന് കുളിച്ചിട്ട് വാ. കുളിച്ചു വന്ന് എന്തെങ്കിലും കഴിക്കേ.
വേണ്ട മുത്തശ്ശി, എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് മതി കുളിയും ഭക്ഷണവും എല്ലാം. മോൻ ചെന്ന് ഉറങ്ങ്, കുളിക്ക്, എന്ത് വേണോ ചെയ്യേ. എന്റെ ദേവി, ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. ദേവുട്ടി വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ ഉണ്ടായേ? ഇന്നലെ രാത്രി ദേവുട്ടി സ്വപ്നം കണ്ടോ? എന്ത് സ്വപ്ന കണ്ടത്? സ്വപ്നത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ദേവിയുടെ വിഗ്രഹത്തെ കുറിച്ചല്ലേ നമ്മൾ സംസാരിച്ചത്? ഞാൻ എങ്ങനെ അറിഞ്ഞുന്നോ? ഞാനും അതേ സ്വപ്നം കണ്ടു. ദേവൂട്ടി വേറെ ഏതോ സ്വപ്നം കണ്ടു എന്ന് കരുതിയാ ഞാൻ ഏത് സ്വപ്നം കണ്ടേന്ന് ചോദിച്ചത്. ഈ സ്വപ്നം നമ്മൾ ഒരുമിച്ചാ കണ്ടത്. സ്വപ്നത്തിൽ ദേവൂട്ടി എന്നോട് സംസാരിച്ചു അല്ലേ? ഞാൻ കേട്ടു, ശരിയായിട്ടും കേട്ടു. വളരെ ഭംഗിയായിട്ട് തന്നെ ദേവൂട്ടി സംസാരിച്ചു.